ഞാൻ അവന് സർപ്രൈസ് കൊടുക്കാൻ വന്നത്, പക്ഷെ എനിക്കാണ് സർപ്രൈസ് ആയി. RC കൂടെ ആയാൽ നടുക്ക് RC ഇരിക്കും, സെറ്റാവും ഗൈസ്, പൊളി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ ഒരു കസിൻ ബ്രദർ, അവൻ്റെ അനിയന്, അതായത് രണ്ടുപേരുണ്ട്, അനിയനും ചേട്ടനുമാണ്. അപ്പോൾ മൂത്തവൻ RC 390 കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ RC 390 നമ്മൾ ചാനലിൽ എവിടേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഇന്ന് അവൻ്റെ അനിയന് വേണ്ടിയിട്ട് അവൻ ഡ്യൂക്ക് 390 എടുക്കാൻ പോവുകയാണ്. സർപ്രൈസായിട്ട് കൊടുക്കാനാണ് പ്ലാൻ. അപ്പം ഇപ്പം ഞാൻ എന്താ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യവട്ടം സ്റ്റേഡിയം ഇല്ല, സ്റ്റേഡിയത്തിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. സെക്കൻഡ് ഹാൻഡ് നമ്മൾ ഓണറിൻ്റെ നിന്ന് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പയ്യന്മാരൊക്കെ അവിടെ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട്, അറിയാം. നോക്കാൻ വരുന്നെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വണ്ടി എടുക്കുകയാണ് ഇന്നത്തെ പരിപാടി. അവന് എന്തൊക്കെയോ ഡൗട്ടുകൾ ഇന്നലെ തൊട്ടേ ഉണ്ടായിരുന്നു, സർപ്രൈസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ നമുക്കിതൊരു വ്ളോഗായിട്ട് എടുക്കാമല്ലോ. നമ്മുടെ ഫാമിലിയിലോട്ടൊരു മെമ്പറും കൂടെ വരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ RC 390 ഓൾറെഡി എൻ്റെ എൻ്റെ കസിൻ എടുത്തതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഇതൊരു അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഉടനെ തന്നെ ആ ബൈക്കും ഈ ബൈക്കും നമ്മുടെ ബൈക്കും എല്ലാം കൂടെ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിടാൻ നോക്കാം ഗൈസ്. ഞാൻ ഇതിനകത്താണെന്ന് വിചാരിച്ചല്ലോ. അനന്തവിടെ അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ അവിടെ നിന്ന് എത്തിയതിന് ശേഷം വണ്ടി എടുക്കാൻ വേണ്ടി അവിടെ വന്നപ്പോഴത്തേനും വണ്ടിയിൽ ഓൾറെഡി ഒരു 3-4 ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓണർ ക്ലിയർ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ആളെ അച്ഛൻ്റെ കയ്യിൽ ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ സ്ഥലത്ത് എത്ര ദൂരം ആൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഒരു കോൺടാക്റ്റും ഇല്ലാതായി. വണ്ടിയിലാണെങ്കിൽ പണിയും ചെയ്തിട്ടില്ല, ഫുൾ ഫണ്ട് ആളുടെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആൾ ഫോൺ എടുത്ത് സംസാരിക്കുന്നത്. അപ്പം ആ ഒരു വിഷയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, അതങ്ങനല്ല, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അങ്ങനല്ല. മാവൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ഞാനും അവൻ്റെ വണ്ടിയായിട്ട് ഒന്നുമില്ല, നിങ്ങൾ പൈസ കൊടുത്തെങ്കിൽ അവനുമായിട്ട് സംസാരിച്ചിട്ട് വണ്ടി വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. ഞാനും അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. വണ്ടി കാണിച്ചു തരാൻ പറഞ്ഞു, ഞാൻ വണ്ടി കാണിച്ചു തരുന്നു. ഇവിടെ അല്ല, അവൻ്റെ വീട് പാലക്കാടാണ്. നിങ്ങൾ വണ്ടി വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയി, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ചേട്ടാ, ഫോൺ എടുത്താലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ബ്രോ, നമ്മളിവിടെ വണ്ടി എടുക്കാണ്ട് വന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ അവരെ ഡീൽ ചെയ്യിപ്പിക്കേണ്ടി വന്നത്. ഗൈസ്, വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ചെറിയൊരു ഈ ആക്സിലേറ്ററിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്, കണ്ടില്ല? വണ്ടി ഇങ്ങനെ റൈസായി നിൽക്കുന്ന ചെറിയൊരു വിഷയമുണ്ട്. അല്ലാതെ വണ്ടിയുടെ പെർഫോമൻസ് വൈസൊക്കെ വണ്ടി പക്കയാണ്. എനിക്ക് വേറെ ഹാൻഡിലിങ്ങിൽ ചെറിയൊരു ഹാൻഡിൽ ബെൻഡ് എനിക്ക് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ട് തോന്നണില്ല. ബ്രേക്ക് പാഡ് വിഷയമുണ്ട്, ബ്രേക്ക് പാഡ് വരണുണ്ട് ഫ്രണ്ട്. ഇല്ല, നമ്മൾ എന്തായാലും ഒരു ഫോട്ടോയെങ്കിലും എടുക്കാന്ന് വിചാരിച്ചു. ഫോട്ടോ 100 രൂപ വീഡിയോ ഇരുന്നു. ഞാനും വിചാരിച്ചില്ല, ഞാൻ അവന് സർപ്രൈസ് കൊടുക്കാൻ വന്നത്, പക്ഷെ എനിക്കാണ് സർപ്രൈസ് ആയി.
നമ്മൾ സർപ്രൈസ് ആയി ചെറുതായിട്ട്. താക്കോൽ കൊടുക്കൽ ചടങ്ങ്. അപ്പം സുമേഷ് ആനന്ദുവിന് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവന് വണ്ടി എടുത്ത് കൊടുത്തതാണ്. ഇടേ 3989. സുമേഷിന്റെ വ്ളോഗിലെടുത്ത് അതവിടെ കയറ്റിയത് പറഞ്ഞ അവന്മാർ റെഡിയാക്കി തരുമോ? അപ്പോൾ ഗൈസ്, അപ്പം വണ്ടി ഇപ്പം ഫൈനലി നമ്മളെ കയ്യിൽ കിട്ടി. കുറച്ച് മൊണ്ടിയായി, ചെറുതായിട്ട് മൊണ്ടിയായി. അവിടെ വണ്ടി എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇവിടെ തരണ ആൾ ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ആളെടുത്ത് കുറച്ച് സംസാരിച്ച്. അപ്പോൾ വണ്ടിയിൽ 1-2 മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ മിസ്റ്റേക്കൊക്കെ ഇവിടെ നമ്മൾ ക്ലബ് 7-ൽ കയറ്റി ഫുള്ള് പണി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് തിങ്കളാഴ്ച ഇനി വണ്ടി കൊണ്ടുവന്ന് പണിക്ക് കയറ്റും. ഇപ്പം കഴിച്ച് നമ്മുടെ ഫാമിലിയുടെ ഇനി ഒരു ഡ്യൂക്ക് 390 കൂടെ ആയി. അപ്പോൾ ടോട്ടൽ എൻ്റെ ഡ്യൂക്ക് 250, പിന്നെ അവൻ്റെ മൂത്തവൻ്റെ RC 390, ഇപ്പം എന്താ ഇത് ഡ്യൂക്ക് 390, 3 ബൈക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും വണ്ടി ഫുൾ സർവീസായി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ സോ ഹാപ്പി, അവനും ഹാപ്പിയായി. വണ്ടി നല്ല പവറുണ്ട്. ഇനി അവൻ കയ്യിൽ വെച്ച് പയ്യെ ഓടിച്ചൊക്കെ സെറ്റ് ആവണം. അപ്പം എൻ്റെ വണ്ടി നമ്മുടെ കാര്യവട്ടം സ്റ്റേഡിയത്തിനകത്ത് വെച്ചിരിക്കണം. അപ്പം അതും കൂടെ ഒന്ന് പോയി എടുക്കണം. നേരെ എന്നിട്ട് തെറിക്കും. വണ്ടി കൊടുക്കുമ്പോഴേ കയറുന്ന കേസ് 390 പൊളി. ഓ മാൻ, സംസാരിച്ചോ? ഗൈസ് കണ്ട നമ്മുടെ വണ്ടി, അതിൻ്റെ കൂട്ടത്തൊരു 390 കൂടെ ആയിട്ടുണ്ട്. സെറ്റ് RC കൂടെ ആയാൽ നടുക്ക് RC ഇരിക്കും, സെറ്റാവും ഗൈസ്, പൊളി. അപ്പോൾ എന്തായാലും വണ്ടിയുടെ അടുത്തടുത്ത വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്. അപ്പം അടുത്തടുത്ത വീഡിയോസിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. അപ്പം ഇതാണ് അനന്തുവിനാണ് വണ്ടി എടുത്തത്. അനന്തു ഹായ് പറ. അപ്പോൾ നമുക്ക് അടുത്തടുത്ത വീഡിയോസിലൊക്കെ എല്ലാവരെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. മറക്കണം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ കാണാം. സേഫ്, റൈറ്റ് സേഫ് ആൻഡ് ബൂം.